fed ആണ്. You know what this is called? This is called classical conditioning. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫുഡ് കൊടുക്കുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിൽ എത്ര പേരാണ് ടി വി മൊബൈലിൽ കാണിച്ചിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത്? ഡോണ്ട് ലൈ ടു മീ. കാര്യം നിങ്ങളെപ്പോലത്തെ ഒരുപാട് പേരൻസിനാണ് ഡെയിലി ബേസിസ് ഞാൻ കാണുന്നത്. വയറ് മാത്രം നിറയണം എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ടി വി കാണിച്ച് ഫുഡ് കൊടുക്കുന്ന എത്ര പേരൻസ് ഉണ്ട്? Can you please raise your hand? റേസ് ചെയ്തോ? 90% അങ്ങനെയാണ് എനിക്കറിയാം. റേസ് ചെയ്തോ? യാ. ബിക്കോസ് നമ്മുടെ മനസ്സിൽ എന്താണ്? നമ്മുടെ മനസ്സിൽ കുഞ്ഞിന്റെ വയറ് നിറയണം. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്നാക്സ്, അതായത് ഈറ്റബിൾസും സ്നാക്സും ചായ കൊടുക്കുന്നു, പാൽ കൊടുക്കുന്നു ചെയ്യാറുണ്ട്. നമ്മൾ മൂവിയൊക്കെ കാണുന്നത് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം എന്താണെന്നറിയാമോ? ഈ ടി വി മൊബൈലും കണ്ട് കുട്ടി ഇത് കഴിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും 5 years താഴെയുള്ള പൊടി മക്കള് ഇത് കഴിക്കുന്ന സമയത്ത് ഇവരുടെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി അറിഞ്ഞല്ല കഴിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ് പോലും നമ്മൾ ടി വിയോ മൊബൈലോ കാണിച്ചു കൊടുത്താൽ അവർ ഗൾപ്പ് ചെയ്യും. ഹാവ് യു ഒബ്സർവ്? ചോറ്, പല കുട്ടികൾക്കും ചോറ് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാട ഇങ്ങോട്ട് ഡോറയുടെ പ്രയാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ അത് കുഴച്ചു കൊടുക്കും. കുഞ്ഞു മാവ് തുറന്നു തരും, നമ്മൾ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പം നിറയുന്നത് ഇതാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള കുട്ടിയുടെ മെറ്റബോളിസം അവിടെ കറക്റ്റ് ആവുന്നില്ല. കുട്ടി ഇവിടെ 3-4 ഉരുള ഉണ്ടാ മതി, വയറ് നിറയണമെന്നില്ല. പക്ഷെ അത് കുഞ്ഞത് അറിഞ്ഞ് എന്താ പറയാ, അത് നല്ലതായിട്ട് നേരിടി അറിഞ്ഞ് കഴിക്കുമ്പോൾ ഇറ്റ് വിൽ ബി എഫക്റ്റീവ് ഫോർ ദ ചൈൽഡ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും കുറെ ഇത് നിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീട്ടിൽ മുതിർന്ന ആൾക്കാരുള്ളപ്പോൾ നമ്മളിപ്പോൾ ഒരു 4-5 ഉരുള കൊച്ചിന് വയറ് നേരം അറിയത്തില്ല, കൊടുക്കടിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കാനും കൊടുക്കാനും ജോയിന്റ് ഫാമിലീസ് ആകുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഇവരെ നോക്കിയും കണ്ട് ഇവർ കഴിക്കും. പക്ഷെ തീരെ പൊടി മക്കളാവുമ്പോൾ ഇപ്പൊ എന്താ ന്യൂക്ലിയർ ഫാമിലീസ് ആണ്. നമുക്ക് സമയമില്ല. ഒന്നാമത് നമ്മൾ ടയർഡാ. പലയിടത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ ഇരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ, അല്ലേ? ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ വാട്ട് വി ഡു ഇസ് വി പുട്ട് ഓൺ ദി ടി വി, വി പുട്ട് ഓൺ ദി മൊബൈൽ ആൻഡ് വി ഗിവ്, വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി നോട്ട് ഗുഡ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആദ്യത്തെ കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആംബിയൻസ് എന്ന് പറഞ്ഞാൽ യു മേക്ക് ദം ഇൻഡിപെൻഡന്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ കുഞ്ഞിന് പോട്ടി ട്രെയിനിങ് കൊടുക്കുന്നത് വിത്ത് ദ മൊബൈൽ. ക്യാൻ യു ഇമാജിൻ? കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടാണ് ടോയ്ലറ്റ് വിടുന്നത്. ആലോചിച്ച് നോക്കൂ, അത്ര വരെ ആ ഒരു കണ്ടീഷൻ, ആ ലെവൽ വരെ എത്തിക്കണം. അപ്പൊ കുട്ടി അതിനെക്കാട്ടി സ്മാർട്ടാണ്. പോകുന്നില്ല അമ്മ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് 40 minutes ആണ് അപ്പിടാനിരിക്കുന്നത്. അറിയോ ഈശ്വര, I don't know, like things have got to such a level where you don't make the child independent at all. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം, മക്കൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. ഓക്കെ, ഒരു വലിയൊരു പറമ്പിൽ